Good afternoon. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓവർവ്യൂ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെ പറഞ്ഞേ? മീനിങ് പറഞ്ഞു, ഇതാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. പിന്നെ അടുത്ത റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ഏതാ ലാസ്റ്റ് ഏതാ പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. അവിടെ വരെയല്ല പറഞ്ഞത്. ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു നമ്മൾ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകുന്നത് എങ്ങനെയാണ്? ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, healthcare administrators frequently interact with the doctors, nurses, surgeon, and technician. Healthcare administrators frequently interact with the doctors, nurses, surgeon, and technician. ഒരു healthcare administratorമാര് ഡോക്ടർമാരായിട്ടും നേഴ്സായിട്ടും സർജൻ, ടെക്നീഷ്യൻ എന്നിവരുമായിട്ട് പതിവായിട്ട് നമുക്ക് ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ അവരെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവിടുത്തെ ഹോസ്പിറ്റലിലെ മൊത്തം നമുക്കറിയാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിലെല്ലാം ഓവറോൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണല്ലോ വരുന്നത്. അത് അവിടുത്തെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇതാക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് അവരെപ്പോഴും എന്താ നമ്മള് ഡോക്ടേഴ്സും നേഴ്സസും സർജനും ടെക്നീഷ്യൻ എന്നിവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യണം. Okay, they control the operation of healthcare organization and seldom എന്ന് പറഞ്ഞാൽ അപൂർവമായി seldom meet directly with the patient in the healthcare facility. എന്താ ചെയ്യുന്നവര്? they control the operation of healthcare organization. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. they control the operation of healthcare organizations. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. and seldom meet directly with the patient in the healthcare facility. എന്താ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യന്റുമായിട്ട് അപൂർവമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നേ? ആൻഡ് സെൽഡം മീറ്റ്. സെൽഡം എന്ന് പറഞ്ഞാൽ അപൂർവമായി മീറ്റ് ചെയ്യുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. എങ്ങനെയാ? ഡയറക്ട്ലി വിത്ത് ദ പേഷ്യന്റ് ഇൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അപ്പോ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസിനെ അപൂർവമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതായത് എപ്പോഴും ആ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് അവര് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാ പറഞ്ഞേക്കുന്നത്. അപൂർവമായിട്ട് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസുമായിട്ട് അപൂർവമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. Healthcare administrators frequently interact with the doctors, nurses, surgeon and technician എന്നിവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യുന്നു. അവര് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസുമായിട്ട് അവര് അപൂർവമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. Administrator's duty is to form the policy that run the facility and make better the patient experience. ഇതൊക്കെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഒരു ഫെസിലിറ്റി, ഈ ഒരു സൗകര്യം പ്രവർത്തിപ്പിക്കുന്ന പോളിസികൾ രൂപീകരിക്കുകയും രോഗികളുടെ ഒരു അനുഭവം, എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടി ഈസ് ടു ഫോം ദ പോളിസി ദാറ്റ് റൺസ് ദ ഫെസിലിറ്റി ആൻഡ് മേക്ക് ദ ബെറ്റർ എക്സ്പീരിയൻസ് ഓഫ് പേഷ്യൻസ്. ഈ ഒരു ഫെസിലിറ്റി പ്രവർത്തിക്കുന്ന പോളിസികള് രൂപീകരിക്കുകയും
പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുക, മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടി. രണ്ടെണ്ണം പറയാവുന്നത് ഓപ്ഷൻ എ ബി തന്നിട്ട് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്ന ബോത്ത് എ ആൻഡ് ബി എന്നൊക്കെ കൊടുക്കാം. അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി ഈസ് ടു ഫോം ദ പോളിസി ദാറ്റ് റൺ ദ ഫെസിലിറ്റി ആൻഡ് make better the patient's experience. ഒരു രോഗിയുടെ എക്സ്പീരിയൻസ് എന്താ അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടി. Health administrators' careers are necessary to successful and efficient healthcare facility. ഇനി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു കരിയർ അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയാ? ടു സക്സസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു എഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു കാര്യക്ഷമമായ, എഫിഷ്യന്റ് കാര്യക്ഷമമായ, ഒരു കാര്യക്ഷമവും ഒരു ആരോഗ്യ സംരക്ഷണങ്ങൾ സൗകര്യങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്താ? ഒരു വിജയകരവും വിജയകരവും ഒരു കാര്യക്ഷമമായ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾക്ക് എന്ത് വേണം? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ കരിയർ ആവശ്യമാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയേഴ്സ് ആർ നെസസറി. എന്തിനു വേണ്ടിയാ? ടു സക്സസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അപ്പൊ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അവിടുത്തെ ഒരു സക്സസ്ഫുൾ, ഒരു വിജയത്തിനും ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും ഒക്കെ ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കരിയർ അത്യാവശ്യമാണ്. Owing to the continuous need for healthcare facility from hospital to nursing home, healthcare administration is an important job for those who are interested in improving healthcare policy. ഇച്ചിരി കട്ടിയുള്ള കാര്യങ്ങളാണ്, സിമ്പിൾ ആക്കി നമുക്ക് നോക്കാം. ഇത് പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റൽ മുതൽ ഇവിടെ നോക്കാം കേട്ടോ. ഫ്രം ഹോസ്പിറ്റൽ ടു നഴ്സിംഗ് ഹോം, ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള, ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം, നിരന്തരമായിട്ടുള്ള ആവശ്യം കാരണം. Owing to continuous need for health care facility from hospital to nursing home, ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ഒരു ആവശ്യം കാരണം എന്താണ്? ആവശ്യം കാരണം ഒരു ഹെൽത്ത് കെയർ പോളിസി മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക്, who are interested in improving healthcare policy, healthcare policy മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഇമ്പോർട്ടന്റ് ഫേം ജോബ്, ഒരു പ്രധാനമായിട്ടുള്ള, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒരു ഫേം എന്ന് ഉറച്ച ഒരു ജോലിയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതൊന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച ആ ഒരു സെന്റൻസ് എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആ ആവശ്യം കാരണം, തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം. ഇനി ലാസ്റ്റ് സെന്റൻസിൽ നോക്കിയേ, ഒരു ഹെൽത്ത് കെയർ പോളിസി നയം മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക്, those who are interested in improving health care policy, ഒരു ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക്, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് എന്താ? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒരു ഉറച്ചതുമായിട്ടുള്ള ജോലിയാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ സെന്റൻസ്? 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇതിനകത്ത് ഇത്തിരി കട്ടിയുള്ള കാര്യങ്ങളാണ് തന്നേക്കുന്നത്. ഇച്ചിരി സെന്റൻസ് ലെങ്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ബാക്കിന്ന് ഒടുങ്ങി, നമ്മൾ ഇംഗ്ലീഷൊക്കെ അങ്ങനെയല്ലേ പറയുന്നേ, ബാക്കിന്ന് ഒടുങ്ങി നമ്മൾ റീഡ് ചെയ്ത് പോവുക ചെയ്യണേ. അപ്പൊ അത് നിങ്ങളൊന്ന് ആശയം മനസ്സിലാക്കി ഒന്ന് വെക്കുക കേട്ടോ. ഹോസ്പിറ്റൽ മുതൽ മനസ്സിലായില്ല? ഇല്ല, ഒന്ന് ശ്രദ്ധിച്ചേ. ആ ഒരു സെന്റൻസ് ഒന്ന് നോക്കിയേ. ചിഹ്നം നോക്കിയിട്ടിട്ടുണ്ട്,
ഒന്നുകൂടി നോക്കി അതിനകത്ത് ആ സെന്റൻസ്. വാണിംഗ് ടു കണ്ടിന്യൂസ് നീഡ് ഫോർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം എവിടെന്ന്? ഫ്രം ഹോസ്പിറ്റൽ ടു നഴ്സിംഗ് ഹോം. ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഞാൻ വായിക്കുമ്പോ നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് നോക്കി പോവുക, അതൊന്ന് മാർക്ക് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ആദ്യം നമ്മൾ എന്താ പറഞ്ഞ? ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം ഹെൽത്ത് കെയർ പോളിസി മെച്ചപ്പെടുത്താൻ, ഇവിടെ ലാസ്റ്റ് സെന്റൻസ് പറയുന്നത് ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനവും ഒരു ഉറച്ചതുമായിട്ടുള്ള ഒരു ജോലിയാണ്. വളരെ പ്രധാനപ്പെട്ട ജോലിയാണത്. എന്താ പറഞ്ഞേ? ആ ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് നമുക്ക് ആ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ജോബിലേക്ക് ഇതുണ്ടോ? എന്താ പറഞ്ഞേ? ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രധാനവും ഒരു ഉറച്ച ജോലിയുമാണ്. ഒരു സെന്റൻസ് ക്ലിയർ ആക്കിയോ? ഓക്കെ, ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കുടെ കാര്യം പറയുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ പോളിസി മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു ഉറച്ച ജോലിയുമാണ്. ഇത് താഴെ തന്നേക്കൊന്ന് നോക്കി, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മെയിൻ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേൽനോട്ടവും മാനേജ്മെന്റും ഉൾപ്പെടുന്ന കാര്യങ്ങൾ? ഈ താഴെ പറഞ്ഞേക്കുന്ന പോയിന്റ്സിന്റെ എല്ലാ മേൽനോട്ടവും മാനേജ്മെന്റും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ മാനേജ്മെന്റും മേൽനോട്ടവും ആ പോയിന്റ്സ് ഇത്രയും കാര്യങ്ങൾ അവര് എന്ത് ചെയ്യണം? മേൽനോട്ടം വഹിക്കണം, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നേ? എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം. ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മുഴുവനായിട്ടുള്ള സംരക്ഷണം, ഓവർസൈറ്റും മാനേജ്മെന്റും, മേൽനോട്ടവും മാനേജ്മെന്റും. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം എന്നാ പറഞ്ഞേക്കുന്നത്. എന്താ? ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടവും മാനേജ്മെന്റും ആർക്കടെയാ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ അതിനകത്ത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. എന്താ? അതിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്, അത് അല്ലെങ്കിൽ പറയാം ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം. മനസ്സിലായില്ലേ? ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടവും മാനേജ്മെന്റും. രണ്ടാമത്തെ നോക്കിയേ, സ്പെസിഫിക് ഫെസിലിറ്റീസ് such as physician practice, hospitals and home health agencies. സ്പെസിഫിക് ഫെസിലിറ്റി, പ്രത്യേക സൗകര്യങ്ങൾ, ഫിസിഷ്യൻ പ്രാക്ടീസ്, ഹോസ്പിറ്റലുകള്, ഹോം ഹെൽത്ത് ഏജൻസീസ് തുടങ്ങിയ പ്രത്യേക സൗകര്യങ്ങളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അത് നമുക്ക് പറയാം ഇവിടെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ഫെസിലിറ്റീസ് സച്ച് ആസ് ഫിസിഷ്യൻ പ്രാക്ടീസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ്. മനസ്സിലായോ? തുടങ്ങിയ ഫെസിലിറ്റികളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. കുഞ്ഞു പോയിന്റ് ആണ് അത്, അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല, ഈസിയാണ്. മൂന്നാമത്തെ നോക്കിയാൽ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഓർ യൂണിറ്റ് ലൈക്ക് CCU പഠിച്ചില്ലേ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, CCU, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ് തുടങ്ങിയ പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. Oversight and management of specific department or units like critical care unit, emergency department, cardiac care unit. അപ്പൊ ഇങ്ങനെ പ്രത്യേക സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ യൂണിറ്റുകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അടുത്ത നോക്കിയേ, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ ലൈക്ക് ഏതൊക്കെയാ? നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി മുതലായ പ്രത്യേക ക്ലിനിക്കൽ ഏരിയകളുടെ
മേൽനോട്ടവും മാനേജ്മെന്റും. ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ. പ്രത്യേക ചികിത്സാപരമായിട്ടുള്ളത് ക്ലിനിക്കൽ ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. ഇതിൽ ഏതൊക്കെ വരുന്നത്? സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി തുടങ്ങിയ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. ലാസ്റ്റ് പോയിന്റ് നോക്കിയ സ്പെസിഫിക് ഏരിയ ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസ് തുടങ്ങിയ പ്രത്യേക ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ഏരിയ ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസ്. ഇവിടെ എക്സാമിന് ഇതുപോലെ തന്നെ ചോദിക്കും. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, the oversight and management of dash എന്ന് വരും. ഈ പോളിസികൾ തരും അവിടെ. പേരിന്റെയൊക്കെയാണ് എന്നുള്ളത് നേരെ നോക്കി എഴുതാം. ഓക്കെ, 5 പോയിന്റ്സും ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞേക്കുന്ന എല്ലാ പോയിന്റ്സിന്റെയും എന്താ? ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്, മേൽനോട്ടവും മാനേജ്മെന്റും. പോയിന്റ്സ് ക്ലിയർ ആയോ? ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ? ഓക്കെ അല്ലേ? ശിഖ, ഇനി അടുത്ത പ്രിൻസിപ്പിൾ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. ഒരു പ്രാവശ്യത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. പ്രിൻസിപ്പിൾ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടോ. താഴെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെന്ന് മാത്രം. ഇതുവരെയും ക്വസ്റ്റ്യൻസ് അങ്ങനെ ആ ഒരു സെക്ഷനിൽ ഒബ്ജക്റ്റീവ്സ് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ പ്രിൻസിപ്പിൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ്സ് നമുക്കൊന്നും വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നോക്കിയ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? തത്വങ്ങൾ അല്ലെ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് നോക്കിയേ, ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പൊ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം? ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ദേശീയ ആരോഗ്യ നയമായിരിക്കണം. നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം. ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. എന്താ നാഷണൽ ഹെൽത്ത് പോളിസി? കേട്ടിട്ടുണ്ടോ? നാഷണൽ ഹെൽത്ത് പോളിസി നമ്മള് ഭാവിയിലെ ആരോഗ്യ പരിപാടികള് നയിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത്. അതാണ് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് നാഷണൽ ഹെൽത്ത് പോളിസികൾ. സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ് നാഷണൽ ഹെൽത്ത് പോളിസി. അത് എന്തിനു വേണ്ടിയാ? ടു ഗൈഡ് ഫ്യൂച്ചർ ഹെൽത്ത് പ്രോഗ്രാംസ്. ഭാവിയിലെ ആരോഗ്യ പരിപാടികൾ നയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളതിനെയൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്ന, പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ് ഹെൽത്ത് പോളിസികൾ. ഇത് ഫ്യൂച്ചറിന് വേണ്ടിയാ, ഫ്യൂച്ചർ ഗ്രോത്ത്, ടു ഗൈഡ് ദ ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോഗ്രാംസ്. ഒരു ഭാവിയിലെ ഒരു ആരോഗ്യ പരിപാടികൾ നയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എയിം എന്തായിരിക്കും? എന്തായിരിക്കും എയിം? അല്ലെ? ആളുകളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതല്ലേ ഹെൽത്ത് പോളിസിയിൽ വരുന്നേ. ആളുകളുടെ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ളത്. ഗുഡ് ഹെൽത്ത്. ഓക്കെ, വെരി ഗുഡ്. ഗുഡ് ഹെൽത്തിനൊക്കെ വേണ്ടി ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ ബൈ പ്രൊവൈഡിങ്. എങ്ങനെയാ? നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. എന്താണ്? ക്വാളിറ്റി ഹെൽത്ത് കെയർ അറ്റ് ആൻ അഫോർഡബിൾ കോസ്റ്റ്. ഒരു കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് താങ്ങാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി കെയർ നൽകിക്കൊണ്ട് നമുക്ക് ആളുകളുടെ ഹെൽത്ത് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം? ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. അടുത്ത് നോക്കിയേ, സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി
framed for implementation of the health policy. എങ്ങനെയാണ് നമ്മൾ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ്, എങ്ങനെ വേണം ഫ്രെയിം ചെയ്യാൻ? ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി, അതായത് ആരോഗ്യ നിയമം, ആരോഗ്യ നയം പോളിസി, ഹെൽത്ത് പോളിസി, ആരോഗ്യ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മികച്ച ഒരു ആരോഗ്യ ഘടന രൂപപ്പെടുത്തി, അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുക എന്നുള്ളത്. ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി, ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുക. Health administrative structure may be framed for the implementation of the health policy. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ ഒരു ചെറിയ സെന്റൻസ് ഒന്ന് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ may be framed, അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. ഹെൽത്ത് പോളിസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ്, ഫ്രെയിം ചെയ്യുക, രൂപപ്പെടുത്തുക, മേ ബി ഫ്രെയിം, രൂപപ്പെടുത്തിയേക്കാം. ഇതാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഹെൽത്ത് പോളിസി. അടുത്ത നോക്കിയേ, there should be integration of preventive and curative services at all administrative level. എല്ലാ ഭരണ തലങ്ങളിലും പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസ്, പ്രതിരോധ രോഗശമന സേവനങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനം ഉണ്ടായിരിക്കണം. There should be integration of preventive and curative services at all administrative level. എല്ലാ ഭരണപരമായിട്ടുള്ള തലങ്ങളിലും എന്ത് വേണം? പ്രിവെന്റീവ്, ഒരു രോഗപ്രതിരോധ, അല്ലെങ്കിൽ ക്യൂറേറ്റീവ്, രോഗശമന ത്തിന്റെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളില് എല്ലാ അവിടെ കൊടുക്കുന്ന സർവീസുകളിലും എന്ത് വേണം? പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസ്, അതിന്റെ ഒരു ഇന്റഗ്രേഷൻ വേണം, അതിന്റെ ഒരു സംയോജനം വേണം. അപ്പൊ അതിനുകൂടി നമ്മള് പ്രിവെന്റീവ് മെഷേഴ്സും ക്യൂറേറ്റീവ് രോഗശാന്തി കൊടുക്കുന്ന രീതിയിലുള്ള സർവീസുകള് അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളില് കൊടുക്കണം. അതായത് നമ്മൾ എന്താ പറയാ, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രിവെന്റീവ് ക്യൂറേറ്റീവ് സർവീസുകള് ഇന്റഗ്രേഷൻ വേണം, ഒരു സംയോജനം വേണം. ഓക്കെ, there should be integration of preventive and curative services at all administrative levels. എല്ലാ തലങ്ങളിലും ഒരു പ്രിവെന്റീവ് ക്യൂറേറ്റീവ് സർവീസുകളുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനം ഉണ്ടായിരിക്കണം. അടുത്ത നോക്കിയേ, there should be centralized direction and decentralized action. There should be centralized direction. എന്ത് വേണം? ഒരു കേന്ദ്രീകൃത ഡയറക്ഷൻ വേണം. അതായത് എന്താ സെൻട്രലൈസ്ഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? In a higher position of the management called the decision making authority. അതാണ് സെൻട്രലൈസ്ഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ. അപ്പൊ എന്താ? ഒരു ഉയർന്ന ഒരു തീരുമാനം, മാനേജ്മെന്റിന്റെ ഒരു ഉയർന്ന സ്ഥാനം തീരുമാനം എടുക്കാനുള്ള അധികാരം നിർവഹിക്കുന്നു. അതാണ് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ്, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡയറക്ഷൻ, നിർദ്ദേശവും ഡീസെൻട്രലൈസ്ഡ്, വികേന്ദ്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും വേണം, പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം. ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ എന്ത് വേണം? There should be centralized direction and decentralized action. ഇനി അടുത്ത് നോക്കിയേ, planned health program should be based on priority and must meet the health requirements of people. Okay, planned health program should be based on priority. Priority എന്ന് പറഞ്ഞാൽ എന്താ? priority എന്നാ? മുൻഗണന. അപ്പൊ നമ്മള് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെൽത്ത്
പ്രോഗ്രാംസുകളുടെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോഗ്രാം എന്തിനെ ബേസ് ചെയ്തിട്ട് വേണം? പ്രിയോറിറ്റിനെ ബേസ് ചെയ്ത് വേണം, മുൻഗണനയെ അടിസ്ഥാനമാക്കി ആയിരിക്കണം. ഒരു ആസൂത്രിത ആരോഗ്യ പരിപാടികള് എപ്പോഴും പ്രിയോറിറ്റിനെ ബേസ് ചെയ്തിട്ട് വേണം, മുൻഗണനയെ അടിസ്ഥാനമാക്കിയുള്ളതാവണം. ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദി പീപ്പിൾ. എന്താ പറഞ്ഞേക്കണേ? തീർച്ചയായിട്ടും ഈ ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് പാലിക്കുന്നതായിരിക്കണം, മീറ്റ് ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ നിറവേറ്റുന്നതുമായിരിക്കണം. ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ ഈ ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകള് പ്രിയോറിറ്റിനെ ബേസ് ചെയ്തതായിരിക്കണം. പിന്നെ ഈ പ്രോഗ്രാമുകൾ എന്തായിരിക്കണം? ആളുകളുടെ റിക്വയർമെന്റ്സ്, ഹെൽത്ത് റിക്വയർമെന്റ്സ് എന്താണ്, അതിന്റെ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതുമായിരിക്കണം. തീർച്ചയായിട്ടും നിറവേറ്റുന്നതുമായിരിക്കണം ഈ ഹെൽത്ത് പ്രോഗ്രാമുകള്. ഓക്കെ. Planned health program should be based on priority and must meet the health requirements of people. Okay. അടുത്തതൊക്കെ some basic health services available, accessible and acceptable to the people. ഒന്ന് എന്താ പറഞ്ഞ ഉറച്ച ഉറച്ച basic health services available, accessible and acceptable to people. അപ്പൊ ഈ ഹെൽത്ത് ബേസിക് അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ, ബേസിക് ഹെൽത്ത് സർവീസ് എങ്ങനെയായിരിക്കണം? ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കണം, എപ്പോഴും അവൈലബിൾ ലഭ്യമായിരിക്കണം, അക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അക്സെപ്റ്റബിൾ സ്വീകാര്യപ്രദവുമായിരിക്കണം. ബേസിക് ഹെൽത്ത് സർവീസസ് അവൈലബിൾ, accessible and acceptable to the people. കിട്ടിയോ? ബേസിക് ഹെൽത്ത് സർവീസസ് അവൈലബിൾ ആയിരിക്കണം, അക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അക്സെപ്റ്റബിൾ ആയിരിക്കണം ടു ദ പീപ്പിൾ. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്. ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ്ഡ് through health education and by providing opportunities for participation of the people in the health program. Health conscious, ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം, കോൺഷ്യസ്, should be encouraged. എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. Through the health education. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കണം. കണ്ടോ? Health conscious should be encouraged. എങ്ങനെയാണ്? Through health education. Health educationലൂടെ ഹെൽത്ത് കോൺഷ്യസ് എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. Should be encouraged through health education. അപ്പൊ ആളുകൾക്കൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ നടത്താം, സെമിനാറുകൾ നടത്താം, പിന്നെ നമുക്ക് അവയർനെസ് കിട്ടുന്ന ചെറിയ ചെറിയ ഇതൊക്കെ കൊടുക്കാം. നമുക്ക് പ്രോഗ്രാമുകളായിക്കോട്ടെ, പരിപാടികൾ, അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാം. അങ്ങനെ നമുക്ക് ഏതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഹെൽത്ത് കോൺഷ്യസ്, ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് പ്രോഗ്രാംസുകൾ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇതിലൂടെ നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കണം. And by providing opportunities for participation of the people in the health program. എന്താ പറഞ്ഞേക്കുന്നത്? and providing opportunities. അവർക്ക് എന്ത് വേണം? ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം, അതിനുള്ള അവസരം കൊടുക്കണം. എന്തിനാ? for participation of people in the health program. ഹെൽത്ത് പ്രോഗ്രാമില് ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. അതിലൂടെയും നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കാം, അല്ലെ? കൂടുതൽ ആളുകളെ നമുക്ക് ആ ഒരു ഹെൽത്ത് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ അപ്പൊ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ആളുകൾക്ക് എന്ത് കിട്ടും? ഹെൽത്ത് കോൺഷ്യസ് നമുക്ക് എന്താ പറയാ, ആളുകൾക്ക് ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഹെൽത്ത് കോൺഷ്യസ്, ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം കിട്ടും. അത് നമുക്ക് അങ്ങനെ അവർക്ക് അവസരം കൊടുത്തും നമുക്ക് എന്താ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും.
by providing opportunity for participation of the people in the healthcare program. Well, നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ? ഹെൽത്ത് കോൺഷ്യസ് എൻകറേജ് ചെയ്യണം. ഏതിൽ കൂടെയാണ്? ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും ഹെൽത്ത് പ്രോഗ്രാമുകളിൽ ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം കൊടുക്കുന്നതിലൂടെയും ഹെൽത്ത് കോൺഷ്യസ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇത് പോയിന്റ്സ് ക്ലിയർ ആയി പോകുന്നില്ലേ? ഇത് വേറൊന്നും ഇതിൽ പറയാനില്ല കേട്ടോ. എന്നുവെച്ചാൽ എക്സ്ട്രാ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. നമുക്ക് പോയിന്റ് ആണ് പ്രിൻസിപ്പിള്. ആ പോയിന്റ്സ് മാത്രം നമുക്ക് പഠിച്ച് നോക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങള് എക്സ്ട്രാ എന്താ പറയാ പോയിന്റ്സുകൾ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? അതാണ് ഞാൻ 3-4 വട്ടമൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഒന്ന് പഠിച്ചു പോകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ആ പോയിന്റ് ഒന്ന് കണ്ടാൽ നമ്മൾ ഇതിൽ വരുന്നതാണോ എന്ന് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. ഞാനിത് നോക്കിയേ. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻ as well as to promote healthy living for people. സോഷ്യൽ ഫിസിഷ്യന്മാരായി പ്രവർത്തിക്കാനായിട്ട് ഡോക്ടേഴ്സിന് എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കണം. ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് സോഷ്യൽ ഫിസിഷ്യൻ. ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. ഡോക്ടേഴ്സിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. Next point, as well as to promote healthy living for people. ജനങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. ആളുകളുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ്, nursing personnel and other associated health personnel should provide community-oriented education. Nursing personnel, nursing ഉദ്യോഗസ്ഥര് and other associated, അതിനോട് ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് പേഴ്സണൽ, ഹെൽത്ത് ഉദ്യോഗസ്ഥര്, സ്റ്റാഫ് പേഴ്സണൽ ഉദ്യോഗസ്ഥര്, അവർക്കൊക്കെ എന്ത് കൊടുക്കണം? should provide community-oriented education. ഒരു സമൂഹാധിഷ്ഠിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. Okay. New category of health personnel are provided nursing personnel and the other associated health personnel should provide community oriented education. അവർക്കൊരു community oriented education nursing personnelസിനും health personnelസിനും provide ചെയ്യണം. അടുത്ത പോയിന്റ് നോക്കിയേ. New category of health personnels are provided training to provide proper service to people. എന്താ പറഞ്ഞേക്കുന്നേ? പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന് എന്ത് കൊടുക്കണം? ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് കൊടുക്കണം. എന്തിനു വേണ്ടിയാ? ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാനായിട്ട് പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന് എന്ത് ചെയ്യണം? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നതിന് പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന് എന്ത് കൊടുക്കണം? ട്രെയിനിങ് നൽകണം. അടുത്ത നോക്കിയേ. ലാസ്റ്റ് തേർഡ് പോയിന്റ്, ലാസ്റ്റ് അല്ല, നെക്സ്റ്റ് പോയിന്റ്. All the category of medicine should be promoted to provide decent health care to people. All the system of medicine should be promoted to provide decent health care to people. ഒരു ആളുകൾക്ക് ഒരു ഹെൽത്ത് കെയർ നൽകുന്നതിന് എല്ലാ ഡീസന്റ് മാന്യമായിട്ടുള്ള സംവിധാനങ്ങളും പ്രോത്സാഹിപ്പിക്കണം. All the systems of medicine should be promoted. എന്തിനു വേണ്ടിയാ? To provide decent health care to people. ആളുകൾക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു രോഗി പരിചരണം, ഹെൽത്ത് കെയർ
പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റവും മെഡിസിനിലുള്ള എല്ലാ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പ്രോത്സാഹിപ്പിക്കണം. അടുത്ത നോക്കിയേ, second last point, utilize community resource and promote local participation in health program at village level. Utilize community resources എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. Utilize community resource and promote local participation in health programs at the village level. വില്ലേജ് തലത്തില്, ഗ്രാമതലത്തില് ഒരു ഹെൽത്ത് പ്രോഗ്രാമുകള് ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രോത്സാഹിപ്പിക്കണം. പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് അറ്റ് വില്ലേജ് ലെവൽ. വില്ലേജ് ലെവലില് ഹെൽത്ത് പ്രോഗ്രാമുകളില് എന്താണ്, ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രോത്സാഹിപ്പിക്കണം. Promote local participation in health program at village level. Community resources utilizing. Next, last point, okay, there should be provision for staff development program. Staff development program provision, വ്യവസ്ഥ ഉണ്ടായിരിക്കണം. There should be provision for staff development program. Staff development പ്രോഗ്രാമുകൾക്കുള്ള ഒരു പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ഇത്രയാണ് അതിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ആ പോയിന്റ്സ്. എത്ര പോയിന്റ് ഉണ്ട്? 13 പോയിന്റ് അതിനകത്ത് പറയുന്നത്. പ്രിൻസിപ്പിള് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കാൻ കേട്ടോ. 2-3 മിനിറ്റ് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. സെക്കൻഡ് ഒന്നുകൂടി പറയണോ? ഓക്കെ, സെക്കൻഡ് പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് വായിച്ചിട്ടുണ്ട്. ആറാമത്തെ പോയിന്റ്. ഓക്കെ, 2, 6. നാല് കഴിഞ്ഞ. ഓക്കെ, കഴിഞ്ഞില്ല എല്ലാവരുടെ? 12. ഓക്കെ, തിരിച്ചായില്ല. 13 പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വേഗം നോക്കി. Sound health administrative structure may be framed for the implementation of health policy. ഇവിടെ എന്താ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നടപ്പിലാക്കുക. ഹെൽത്ത് പോളിസി നടപ്പിലാക്കുന്നതിന് വേണ്ടി, ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. ഒരു ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുന്നതിനായി എന്ത് ഫോം ചെയ്യണം? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം, രൂപീകരിക്കണം. അപ്പൊ അതായത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഒരു നല്ലൊരു സ്ട്രക്ചർ, ഒരു ഘടന രൂപപ്പെടുത്തിയെടുക്കണം.
ഹെൽത്ത് പോളിസി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ പോളിസികൾ ഹോസ്പിറ്റലിലേക്ക് നമ്മളത് ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? അതുപോലൊരു സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്നത്, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ രൂപപ്പെടുത്തിയേക്കാം എന്നാ പറയുന്നത്. Sound health administrative structure may be framed for the implementation of the health policy. ഒരു ആരോഗ്യ നിയമം, ഒരു ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനായിട്ട് ഒരു മികച്ച ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്തേക്കാം, രൂപപ്പെടുത്തിയേക്കാം. ഓക്കെ, ഇനി പറഞ്ഞത് ഏതാ? നാലാമത്തെ പോയിന്റിൽ എന്താ? ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താ? അത് പറഞ്ഞില്ലേ, അതെങ്ങനെയായിരിക്കണം? ഡയറക്ഷൻ ഒരു സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആയിരിക്കണം. അതായത് ഒരു മാനേജ്മെന്റ് സെൻട്രലൈസ്ഡ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു മാനേജ്മെന്റിന്റെ ഒരു ഉയർന്ന സ്ഥാനം തീരുമാനം എടുക്കാനുള്ള അധികാരം നിർവഹിക്കുന്നു. അതാണ് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ആയിരിക്കണം. മാനേജ്മെന്റിന്റെ ഒരു ഉയർന്ന പൊസിഷൻ, ഒരു മാനേജ്മെന്റിന്റെ ഒരു ഉയർന്ന സ്ഥാനമാണ് അവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം നിർവഹിക്കുന്നത്. അപ്പൊ എപ്പോഴും ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? സെൻട്രലൈസ്ഡ് ആയിരിക്കണം. There should be centralized direction. ഇനി പ്രവൃത്തി ആക്ഷൻ എങ്ങനെയാണ്? ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ. അതായത് മാനേജ്മെന്റ് ആ തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരത്തെ ഓർഗനൈസേഷനിൽ മൊത്തം കൊടുക്കുകയാണ്. ഒരാളുടെ മാത്രമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. ഡീസെൻട്രലൈസ് പ്രവർത്തനം, ആക്ഷൻ, നടപടി എങ്ങനെയായിരിക്കണം? ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം. അതായത് ആ ഒരു നമ്മൾ അതെ ടോപ്പ് ലെവലല്ല, അതായത് സെൻട്രലൈസ് എന്ന് വെച്ചാൽ ഒരാളിന് കേന്ദ്രീകൃതമായിരിക്കും. ഓക്കെ, തീരുമാനങ്ങൾ ഇതാണ് ഒരാളില് അവിടെ കേന്ദ്രീകൃതമായിരിക്കും തീരുമാനങ്ങൾ. ആൻഡ് പ്രവർത്തനങ്ങൾ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ, പ്രവർത്തനങ്ങൾ വികേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. അതായത് എന്താ പറഞ്ഞേക്ക, തീരുമാനം എടുക്കുന്ന ആ അധികാരം ഓർഗനൈസേഷനിൽ ഉടനീളം കൊടുക്കണം. ഇതാണ് ഓക്കെ, ആ ഒരു ഓർഗനൈസേഷനിൽ ഉടനീളം ആയിരിക്കും അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതൊക്കെ വരുന്നത്. ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി. ഡയറക്ഷൻ സെൻട്രലൈസ്ഡും ആക്ഷൻ ഡീസെൻട്രലൈസ്ഡും ആണ്. There should be centralized direction. ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിർദ്ദേശ ഡയറക്ഷനും പ്രവർത്തനങ്ങള് വികേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ പറഞ്ഞ പോയിന്റ് ആറാമത്തെ പോയിന്റ് അതെന്താണ്? ഇത് നോക്കിയേ, ഒരു ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കണം, അക്സസിബിൾ ആയിരിക്കണം, ഒരു പ്രാപ്യമാവുക, ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രാപ്യമായിരിക്കണം. അതുപോലെ തന്നെ അക്സെപ്റ്റബിൾ, ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതുമായിരിക്കണം എന്നാണ്. ബേസിക് ഹെൽത്ത് സർവീസ്, ഒരു അടിസ്ഥാന ആരോഗ്യ സേവനങ്ങള് ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കണം, അക്സസിബിൾ ആയിരിക്കണം, അക്സെപ്റ്റബിൾ ആയിരിക്കണം. പിന്നെ പറഞ്ഞ പോയിന്റ് എത്രയാ? 12ാമത്തെ പോയിന്റ് ആണ്. യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സ്. കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തണം. ഒരു സാമൂഹ്യപരമായിട്ടുള്ള റിസോഴ്സ് ഉറവിടങ്ങള്, ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സുകള് യൂട്ടിലൈസ് ചെയ്യുകയും ആൻഡ് പ്രൊമോട്ട് ദ ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് അറ്റ് വില്ലേജ് ലെവൽ. ഗ്രാമതലത്തില് ഈ ഹെൽത്ത് പ്രോഗ്രാമുകളില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ, ആ ലോക്കലിലുള്ള ആളുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. എന്താണ് ആ ഒരു പാർട്ടിസിപ്പേഷൻ വില്ലേജ് ലെവലില് ഹെൽത്ത് പ്രോഗ്രാമുകളില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ ഒരു വില്ലേജില് അവിടെ ഒരു ഹെൽത്ത് പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അവിടുത്തെ ലോക്കൽ ആളുകളില്ലേ, അവർക്കിടെ ഒരു പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് അതുപോലെ കമ്മ്യൂണിറ്റിയിലെ റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ക്ലിയർ ആയോ? യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാം അറ്റ് വില്ലേജ് ലെവൽ. വില്ലേജ് തലത്തില് ഈ ഹെൽത്ത് പ്രോഗ്രാമുകളില്
ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇതിപ്പോ വേറെ ഒന്നും പറയാനില്ല. ഇതിനകത്ത് 13 പോയിന്റ്സ് പ്രിൻസിപ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അത് 13 നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ പോകുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് വെറുതെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഒബ്ജക്റ്റീവ്സ്. അതുകൊണ്ട് നിങ്ങൾ പ്രിൻസിപ്പിൾ പഠിക്കണം. ഒബ്ജക്റ്റീവ്സ് എക്സാമിനായിട്ട് അങ്ങനെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, എന്നാലും വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ടു പ്രൊമോട്ട് അവേർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. എല്ലാ ആളുകളുടെ എല്ലാ തലത്തിലും, എല്ലാ സെക്ഷനിലും, എല്ലാ വിഭാഗം ജനങ്ങളിലും ഹെൽത്ത് കെയർ, ഹെൽത്ത് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു അവബോധം, ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെ തന്നെയാണ് പ്രിൻസിപ്പളിലൊക്കെ കുറെ ഒബ്ജക്റ്റീവ്സിലേക്ക് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലേ, എല്ലാ സെക്ഷനിലുള്ള എല്ലാ ആളുകളിലും, എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളിലും ഹെൽത്ത് കെയർ, ഒരു ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോത്സാഹിപ്പിക്കണം. എല്ലാ സെക്ഷനിലുമുള്ള ആളുകളിലും ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്, ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഇത് ആദ്യത്തെ ചെറിയ ചെറിയ പോയിന്റ്സാ. ഇപ്പോ ക്ലിയർ ആവും, വലിയ പ്രശ്നമില്ല. രണ്ടാമത്തെ നോക്കിയേ, ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില് അതിന് ഉൾപ്പെട്ടിരിക്കുന്ന, ഇൻക്ലൂഡ് ചെയ്യുന്ന, ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യണം. To promote awareness among functionaries included in health and hospital management. Health and hospital management ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു ഹെൽത്തിനെ കുറിച്ച്, അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോത്സാഹിപ്പിക്കണം. അടുത്ത നോക്കിയേ, തേർഡ് പോയിന്റ്, to encourage research in the field of health and hospital management to make better the efficiency of healthcare delivery system. To encourage ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക, റിസർച്ച് പ്രോത്സാഹിപ്പിക്കണം, പുതിയ ഗവേഷണങ്ങൾ, കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. To encourage resource in the field of health and hospital management. Health and hospital management ഫീൽഡിലുള്ള റിസർച്ചുകള് പ്രോത്സാഹിപ്പിക്കണം. എന്തിനു വേണ്ടിയാ? To make better the efficiency of healthcare delivery system. Healthcare delivery systemത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില് ആ ഒരു ഫീൽഡില് ഉള്ള റിസർച്ചുകള് പ്രോത്സാഹിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് to make better the efficiency of healthcare delivery system. Healthcare delivery systemത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ റിസർച്ച് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത നോക്കിയ നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരുന്നത്? To encourage the development of high quality hospital services and community healthcare services. Encourage ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. Okay, the development of high quality hospital services and the community healthcare services. ഉയർന്ന നിലവാരമുള്ള ഒരു ഹോസ്പിറ്റൽ സർവീസുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെ ഒക്കെ ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. To encourage the development of high quality hospital services and community health services. ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ
ഉയർന്ന നിലവാരമുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റൽ സർവീസുകളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസുകളുടെ ഒക്കെ ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത നോക്കി, to encourage a meeting for the exchange of ideas and information among the health and hospital planners, academicians, administrators, different statutory bodies, and public for the improvement of hospital and healthcare delivery system. പിന്നത്തെ പറഞ്ഞേക്ക് നോക്കി, ഇതുപോലെ തന്നെ. ഓക്കെ, ലാസ്റ്റ് നോക്കുക കേട്ടോ. ഹോസ്പിറ്റലുകളുടെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെയൊക്കെ ആ ഒരു ഇംപ്രൂവ്മെന്റ്, അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ പ്ലാനർമാര്, അക്കാദമിഷ്യൻസ് എന്ന് പറഞ്ഞ അക്കാദമിയിലെ ഒരംഗം, അക്കാദമിയിലെ ഒരംഗമാണ് അക്കാദമിഷ്യൻസ്. ഹോസ്പിറ്റൽ പ്ലാനർമാര്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർമാര്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാൽ നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങള്, നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങള്, ആൻഡ് പബ്ലിക് എന്നിവർക്കിടയില് ഐഡിയാസും ഇൻഫർമേഷനും ഒക്കെ കൈമാറുന്നതിനുള്ള ഒരു മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഇത് നിങ്ങൾ ഇതിനകത്തെ ഇനിയിപ്പോ എല്ലാവരും വലിയ വലിയ സെന്റൻസ്, അതേ നിങ്ങൾ താഴേക്ക് നോക്കി അറിയാം, വലിയ സെന്റൻസ് ആണ് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ ഒരു വരി അവസാനമൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് എങ്ങനെ വായിക്കുന്ന നമ്മൾ ബാക്കിലല്ല വായിച്ചു പോണേ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒട്ടും അറിയില്ലാത്തവര് ഒന്ന് നോട്ട് ചെയ്തിടുക. നമ്മൾ എവിടെന്നാ വായിച്ചു തുടങ്ങുന്നേ, മീനിങ് എവിടെന്നാ പറയുന്നത്. ഇപ്പൊ ലാസ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റലുകളുടെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെയൊക്കെ ഒരു ഇംപ്രൂവ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്മാര്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, നിയമപരമായ സ്ഥാപനങ്ങള്, പൊതുജനങ്ങള് എന്നിവർക്കിടയില് ഐഡിയകളും ഇൻഫർമേഷനും അവരുടെ വിവരങ്ങളും ഒക്കെ കൈമാറുന്നതിന് വേണ്ടി, എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. കണ്ടോ? ടു എൻകറേജ് എ മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയാ? ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ, ഐഡിയകളും ഇൻഫർമേഷനും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ആരുടെ ഇടയിലാ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് പബ്ലിക്, ഇവർക്കുടെ ഇടയിലാണ് ഇവരൊക്കെ ഉൾപ്പെടുന്ന ഇവർക്കൊക്കെ ഐഡിയാസും ഇൻഫർമേഷനും കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹോസ്പിറ്റലിന്റെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെയൊക്കെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടിയിട്ട്. ക്ലിയർ ആയ പോയിന്റ്? ഓക്കെ, ക്ലിയർ ആയോ? ശിഖ എസ് ഇട്ടിട്ടുണ്ട്, ഒരാളെങ്കിലും കിട്ടാം. അടുത്ത നെക്സ്റ്റ് പോയിന്റ് നോക്കി, ഒരു പോയിന്റ് കൂടെ. To evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such an institution to increase the quality of health care in the community. ഇതും നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. ലാസ്റ്റ് തുടങ്ങി നോക്കാം. ഒരു കമ്മ്യൂണിറ്റിയിലെ to increase the quality of the healthcare community, ഒരു സമൂഹത്തിന്റെ, ഒരു കമ്മ്യൂണിറ്റിയിലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടോ? To increase the quality of healthcare in the community, ഒരു കമ്മ്യൂണിറ്റിയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്
ഇനി മുകളിലേക്ക് നോക്കാം. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങളും നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങളും ഗുണനിലവാരവും വികസിപ്പിക്കുകയും ഇനി ആൻഡ് അഡോപ്റ്റ് എന്ന് കഴിഞ്ഞാൽ മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ആൻഡ് അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുകയും ചെയ്യുക. അപ്പൊ നമ്മുടെ ലാസ്റ്റിൽ നിന്ന് തന്നെ പറഞ്ഞു പോകാം കേട്ടോ. ഒരു ഹെൽത്ത് കെയർ ഒരു കമ്മ്യൂണിറ്റിയില് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിന്റെ ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലെ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഒരു അക്രഡിറ്റേഷനുള്ള നോംസും സ്റ്റാൻഡേർഡ്സും മാനദണ്ഡങ്ങളും ഗുണനിലവാരവും ഒക്കെ വികസിപ്പിക്കുകയും അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങൾ അഡോപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുകയും ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കെ. To provide opportunities for training and research in all sides of hospital services, healthcare delivery system and healthcare administration. Hospital സർവീസുകൾ, healthcare delivery system, healthcare administration എല്ലാ വശങ്ങളിലും ട്രെയിനിങ്ങിനും റിസർച്ചിനുമുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. To provide the opportunities for training and research. അത്രയൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി നിങ്ങൾ. To provide the opportunity for training and research. ട്രെയിനിങ്ങിനും റിസർച്ചിനുമുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. എവിടെയാ? In all sides of hospital services. എല്ലാ വശങ്ങളിലുമുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളുടെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ എല്ലാ വശങ്ങളിലുമുള്ള ട്രെയിനിങ്ങിനും ഗവേഷണത്തിനും റിസർച്ചിനുമുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. To renovate the knowledge. റിനോവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നവീകരിക്കുക. അറിയില്ല, ഒരു മീനിങ് എഴുതി വെച്ചോ. റിനോവേറ്റ്, RENOVATE. To renovate the knowledge and skills of the health and hospital administrators and other personnel included in the management of healthcare organization by way of continuous education and research. Healthcare ഓർഗനൈസേഷനുകളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന included in the management of healthcare organization. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും മറ്റു ഉദ്യോഗസ്ഥരുടെയും സ്കിൽസും നോളജും എന്ത് ചെയ്യുക? റിനോവേറ്റ് ചെയ്യുക, നവീകരിക്കുക. To renovate the knowledge and skills of health and hospital administrator and other personnel. Included in the management of health care organization by way of continuous education and research. Continuous education റിസർച്ചിലൂടെയൊക്കെ തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷൻ റിസർച്ചുകളിലൂടെയൊക്കെ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്ന ഈ നോളേജ് ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ മറ്റുള്ള പേഴ്സണൽസിന്റെ ഒക്കെ നോളജും സ്കിൽസും നവീകരിക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത്രയും മാത്രം. To renovate the knowledge and skills of health and hospital administrators and other personnels. ഇതിലുൾപ്പെട്ടിരിക്കുന്ന മാനേജ്മെന്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉൾപ്പെട്ടിരിക്കുന്ന ബൈ വേ ഓഫ് എങ്ങനെയാണ് അത് നോളജ് സ്കിൽസ് ഒക്കെ റിനോവേറ്റ് ചെയ്യണ്ടേ? ത്രൂ
കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, എത്ര പോയിന്റ് പറഞ്ഞു? നമ്മൾ 8 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് ഇതുപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, കണ്ടിട്ടില്ല, പക്ഷെ പ്രിൻസിപ്പിൾ നോക്കി വെക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ക്ലാസ് 20 കേട്ടോ. ഓക്കെ.